പാല് വാങ്ങിയ നേരത്തെ പോയാടേ? നേരത്തെ പോയാലെങ്കിൽ പാല് കിട്ടൂല. അവസാനം അവൾ അവിടെ കിടന്ന് ചാടും. ഞാനും പാല് വാങ്ങിയ തന്നെ ഇറങ്ങിയത്. ഒരു കാര്യം ചെയ്യ്, നീയും കൂടെ വാ, നമുക്ക് പാലും വാങ്ങിച്ച് ചായം കുടിച്ച് കുറെ കാര്യങ്ങളെ പറഞ്ഞു വരാം. വാ പോടാ അവിടുന്ന്, അവൾക്ക് ഓഫീസിൽ പോകാൻ സമയമായി. പിന്നെ അത്ര അത്യാവശ്യമാണെങ്കിൽ ചെല്ല്. ചിലപ്പോ ലേറ്റായി ചെന്നാൽ നിന്നെ വീട്ടിൽ കയറ്റില്ലെങ്കിലാ. അയ്യോ എന്തോ ആര് എന്നെ വീട്ടിൽ കയറ്റൂലേ? ആര് നീലുവാ? വാടാ. ഡേ നമുക്ക് കാര്യമൊക്കെ പിടിയിട്ടേ. നിന്നെ എല്ലാം കൂടെ കൂട്ടിലിട്ട് പൂട്ടിയല്ലേ? കൂട്ടിലിട്ട് പൂട്ടാൻ തോന്നുന്നു. ഞാൻ പട്ടിയാ? സംശയം തരും. നിന്റെ എല്ലാം പോയി കിടക്കല്ലേ? ഇപ്പൊ നിന്നെ എല്ലാരും കൂടെ അങ്ങ് ഭരിക്കല്ലേ, ഭാര്യ മക്കളും കൂടെ. ചെല്ലടാ. എടേ നിന്റെ കൂടെ പാല് വാങ്ങിക്കാൻ കൂട്ടിന് വരാത്തോണ്ട് ഈ വായി തോന്നണെന്ന് വിളിച്ച് പറയല്ലേ. കൈന്നിട്ട് അടിക്കലേ വാസി. നീ പോ. എന്റെ അമ്മയാണ് ഞാൻ കൈന്നിട്ട് അടിച്ചല്ല. ഇപ്പൊ നാട്ടുകാരെല്ലാം പറയണ കാര്യമാണ് ഞാൻ ഇപ്പൊ തുറന്നങ്ങ് പറഞ്ഞത്. എന്തോന്ന്? നിനക്ക് യാതൊരു സ്വാതന്ത്ര്യം ഇല്ലളിയാ. നീ എന്തെങ്കിലും കാര്യം സ്വസ്ഥമായിട്ട് ഈയിടയ്ക്ക് ചെയ്തിട്ടുണ്ടോ? അവള് സമ്മതിച്ചിട്ടുണ്ടോ? നിന്ന് സമയം കളയാതെ പാലും കൊണ്ട് പോ. ഇനിയിപ്പോ ഇത് കൊണ്ടുവന്നില്ല എല്ലാം കൂടെ എടുത്തിട്ട് അടിച്ച് പൂപ്പാട് എടുത്ത് ചെല്ലു. പോ. പോടാ പോടാ പോടാ. നീലു നീലു ചെല്ലടാ ചെല്ലടാ. ആയിത്ത അടിച്ചില്ലാതാ കൂടെ പോടാ. നീ പോടാ വാസി. എങ്ങനെ നടന്നതാണ് ആലോചിക്കാണ്. ഇപ്പൊ വെളിയിൽ നിന്ന് ഇറങ്ങാ? വെളി വിടില്ലേ ഇപ്പൊ? എനിക്ക് ചോദിക്കാനും പറയുന്ന ആളുണ്ടോ? നിന്നെ പോലെ ധാരാവാരാന്ന് നടന്നാ പോലെ കാലടിച്ചു ഓടിക്കും. അടുത്ത കാലൊടിഞ്ഞ ചെല്ലേ. എടേ വിഷം വിചാരിക്കലടേ. ഞാൻ പറഞ്ഞ ആ വേറെ രീതി പറഞ്ഞല്ല. എനിക്കറിയാം നിന്റെ ഭാര്യ ഇപ്പൊ വരങ്ങല്ലടാ. വിളിക്കാറൊന്നുമില്ലേ? വിളിക്കാറില്ലേ? സ്വസ്ഥ ഉണ്ടാ? അത് അവിടെ ഇവിടെ കണ്ടില്ലേ നീലി? ചെല്ലടാ ചുമ്മാ ഏറിയല്ല. അവള് വരാതെ പോട്ടെ. വന്നിട്ട് ഇവിടെ തന്നെ ഇരിക്കുക. എവിടെ പൊരിക്കായിരുന്നു? എവിടെ പൊരിക്കായിരുന്നു ഇത്രയും നേരം? ചോദിച്ചാൽ കേട്ടില്ലേ? വായിലെന്തോന്നു? എന്തെങ്കിലും ചോദിച്ച കാര്യം മറുപടി പറയാൻ പഠിക്കട്ടെ ബാലു. അങ്ങോട്ട് വാ, അടുക്കള വന്ന് എന്തെങ്കിലും സഹായിക്കാൻ നോക്കും. അച്ഛാ, അമ്മ പറഞ്ഞ കേട്ടില്ലേ? എന്തെവിടെ ഇരിക്കണേ? ചെല്ല്, ഇല്ലെങ്കിൽ അമ്മ അച്ഛനെ ഓടിച്ചിട്ട് പിടിക്കും ഇവിടെ. ചെല്ലച്ചാ. അച്ഛാ അത് ശരിയാ. അച്ഛൻ രാവിലെ തന്നെ അമ്മയെ കലി കയറ്റാൻ അങ്ങോട്ട് പോയേ. ചെല്ല്. ഹലോ, എങ്ങോട്ട് പോകുന്നു? ഞാൻ പറഞ്ഞതോ അങ്ങോട്ട്, അടുക്കളയിലോട്ട്. അങ്ങോട്ട്. അച്ഛാ, അച്ഛൻ എന്താ ഇങ്ങനെ പറഞ്ഞാ കേക്കാത്തെ? ഞങ്ങളച്ഛനെ നല്ലതിന് വേണ്ടിയിട്ടാ പറഞ്ഞേ. ഇനി അമ്മ ഓരോന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇവിടെ കിടന്ന് കരയരുതിട്ട. നീ വാ കേശു, അല്ലെങ്കിൽ അച്ഛൻ പറയുന്ന പോലെ തന്നെ അറിയാത്ത പിള്ള ചൊറിയും പറഞ്ഞോളൂ. വാ. നിന്റെ അഡ്മിഷന്റെ കാര്യം എന്തായാലും ശ്രദ്ധിക്കണ്ട നീ വല്ലതും. സെക്കൻഡ് അലോട്ട്മെന്റ് ഒന്നുണ്ട്. അടുത്ത ആഴ്ച അറിയാം അഡ്മിഷന്റെ കാര്യമൊക്കെ. അമ്മ ഇതൊന്നും ആലോചിച്ച് ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ. ഇതോ അമ്മ ടെൻഷൻ അടിക്കണ്ടെന്ന്. ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അല്ല, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്റെ ആദ്യം ടെൻഷൻ ഒന്നുമില്ലല്ലോ അല്ലെ? അതല്ലേ നിനക്ക് അറിഞ്ഞുകൂടായിരുന്നോ? പിന്നെ വെറുതെ ചുമ്മാ വാ തുറക്കേണ്ട ആവശ്യമുണ്ടോ? വന്നാ ഞാൻ വരാൻ വേണ്ടി എവിടേക്കാ മുങ്ങിയേ? അതിന് മുങ്ങാൻ അച്ഛനെ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ അമ്മ? അല്ല അച്ഛാ, നിനക്കിപ്പോ എന്താണ് വേണ്ടത്? എന്തോന്ന്? എനിക്ക് ആരുടെ കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല. എന്താ അച്ഛാ അങ്ങനെ? അല്ല, സാധാരണ അച്ഛന് കൂടുതൽ സംസാരിക്കാനാണല്ലോ താല്പര്യം. അതൊക്കെ ഞാൻ നിർത്തി. എൻ്റെ മനസ്സിൻ്റെ നിഷ്കളങ്കത കൊണ്ട് ഞാൻ ഓരോരോ കാര്യങ്ങൾ പറയും. അത് അവസാനം എനിക്കൊരു വിലയില്ലാതായിട്ട് മാറി. അപ്പൊ അറിയാം വില കൊണ്ട് കളഞ്ഞെന്ന്. ഡേയ്, ഞാനേ ഇതുവരെ മാന്യമായിട്ടല്ലേ സംസാരിച്ചോളൂ? അങ്ങനല്ലേ നീ കേട്ടതും? അപ്പൊ അതുപോലെ അല്ലേ എനിക്ക് ഉത്തരം തരേണ്ടത്? മോളെ, താഴെ ഇറങ്ങ. താഴെ ഇറങ്ങ. അച്ഛനല്ലേ നിൽക്കണേ, കുറച്ച് ബഹുമാനമൊക്കെ താ. അല്ല, താഴെ ഇറങ്ങി നിന്നാലേ ബഹുമാനം ആവൂ. എനിക്ക് ഞാൻ താഴെ ഇറങ്ങി നിൽക്കാം. ഒന്ന് അയഞ്ഞു കൊടുക്കുമ്പം കയറി കയറി പോവണല്ലേ? രണ്ടാളും പോ. എങ്ങോട്ട് പോവാൻ? ചോദ്യം വേണ്ട. എങ്ങോട്ട് പോവാൻ? കൂടി പോയാൽ നീ ആ ഹാൾ വരെ പോകും, അല്ലെങ്കിൽ നിന്റെ റൂം വരെ പോകും. പോടി പോ. ഞാനേ പുറത്തോട്ടും പോകും. എന്ത് പറഞ്ഞാലും ഒരു മുഴ നീട്ടി എറിഞ്ഞോണം. പോ മോളെ. അച്ഛനാണ് പറയണ. പോ മോളെ, നീയും പോടാ. പോണില്ലേ? പോടാ. പോ മോനെ, പോടാ പോ. നീലു, ഞാൻ എന്തിനെന്നറിയാമോ കുട്ടികളെ പറഞ്ഞേച്ചേ?
മനസ്സിലായി. Yeah.